എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്ന ഈ ഒരു സംഭവത്തിനെ പറ്റി ഒന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറേ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്കും കുറേ പുണ്യാളന്മാരും കുറേ സന്മാർഗികളും കുറേ പുണ്യാത്മാക്കളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഇടതുപക്ഷത്താണ് കൂടുതൽ. അത് നമുക്ക് സംശയം വരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതായത് ഈ കത്ത് വിവാദവും രഹസ്യ രേഖ ചോർത്തലും എം വി ഗോവിന്ദൻ്റെ മകനെതിരായിട്ടുള്ള ആരോപണമൊക്കെ ആയിട്ട് പാർട്ടി അങ്ങ് നശിച്ച് നാറി കിടക്കുന്ന സമയത്താണ് ഈ ഒരു ഊരും പേരും ഇല്ലാത്ത ഒരു ആരോപണം വരുന്നത്. അതിന് ഒരു യുവ നേതാവിനെ പിടിച്ച് കുരിശിലേറ്റുന്നത്. ഈ പെണ്ണ് വിഷയം ഇവർക്കൊരു വീക്ക്നെസ്സാണ്. പെണ്ണ് വിഷയത്തിലാണ് ഇവരെപ്പോഴും എതിരാളികളെ വീഴ്ത്തുന്നത്. നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെതിരെ ഇവർ പെൺവിഷയം കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കണക്കാണ് ഒരു വളർന്നു വരുന്ന ഒരു നേതാവിനെ ഇപ്പം ക്രൂശിക്കാനായിട്ട് അടുത്തൊരു പെൺവിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകളാരും അതിൻ്റെ തെളിവ് ഹാജരാക്കുകയോ അത് എന്നാന്നോ എപ്പോഴാന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഒരു തെളിവ് പറഞ്ഞിട്ടില്ല. അതിനിടയ്ക്കാണ് ഇവർ കുറേ പുണ്യാത്മാക്കൾ വന്നിട്ട് ശിവൻകുട്ടി മന്ത്രി വന്നിട്ട് നിന്ന ഷാഫി പറമ്പലിൻ്റെ സ്കൂളിലല്ലേ പഠിച്ചത്, ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ ഈ CPM നേതാക്കളിൽ ഈ പീഡകന്മാരൊക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ശിവൻകുട്ടി അണ്ണ, ഈ നിങ്ങളുടെ പി ശശിയും നിങ്ങളുടെ മുകേഷും ഒക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? അതൊക്കെ താങ്കൾ തന്നെ പഠിപ്പിച്ചതാണോ? അപ്പോൾ താങ്കളുടെ കയ്യിരിപ്പ് തന്നെ, താങ്കൾ നിയമസഭയെ കാണിച്ച് കൂട്ടിയ പേക്കൂത്തൊക്കെ ഏത് സ്കൂളിലാണ് താങ്കൾ പോയി പഠിച്ചത്? ഇങ്ങനെ പറയുമ്പോൾ ഒരു ഉളുപ്പ് വേണ്ടേ? മനുഷ്യർക്ക് ദഹിക്കുന്ന ഒരു ഭാഷയിലോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിലോ പറയണ്ടേ? വാസ്തവം പറഞ്ഞിരുന്നു. മാനുഷിക പരിഗണന ഉയർത്തിപ്പിടിച്ചും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചും MLA സ്ഥാനരായ ഇവരൊക്കെ ഈ ധാർമ്മികതയെ കേട്ട് പറയാനുണ്ട് ഉളുപ്പില്ലാതെന്ന് ഉളുപ്പെന്ന് പറഞ്ഞാൽ വാക്കിന് പോലും ഉളുപ്പായി കാണും. ഇപ്പോൾ കോട്ടയത്തെ ആശുപത്രി തുറന്നപ്പോൾ അവിടെ ഇയാൾ കാണിച്ച കോപ്രായം കണ്ടാൽ അറിയാമല്ലോ ഇയാൾക്ക് ഉളുപ്പില്ലാന്ന്. അയാൾ ധാർമ്മികതയും മാനുഷികമൊക്കെ വിളമ്പുകയാണിപ്പോൾ. അത് കണക്ക് കുറേ ശ്രീമതി ടീച്ചർ, നമ്മുടെ ടീച്ചറമ്മ, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് ഈ അവരവരുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ വെള്ളപൂശാനായിട്ട് അന്വേഷിച്ച് തീവ്രത പോരാന്ന് റിപ്പോർട്ട് കൊടുത്ത ശ്രീമതി ടീച്ചറാണ് ഇപ്പോൾ ഇതിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റി, അയാൾ ചാറ്റ് ചെയ്തതാണ് അയാളുടെ കയ്യിലുള്ള തെറ്റ്. അതുമാത്രമേ ഇവന് ഈ ഇരയായ പെൺകുട്ടികളും പറയുന്നുള്ളൂ. വേറെ അവരെ ഉപദ്രവിച്ച കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ശരിക്കും ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അങ്ങേയറ്റം ഉപദ്രവിച്ച വേടനെ വരെ ഇവർ തോളിലേറ്റിക്കൊണ്ട് നടന്ന ഇവരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നത്. അപ്പം ബൈബിളിലൊരു വാചകമുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർക്ക് കല്ലെറിയട്ടെ എന്ന്. അതിനായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഈ കാർട്ടൂൺ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയാനായിട്ട് ഈ CPM ഒരു നേതാവിനും അധികാരമില്ല, അവകാശവുമില്ല. അതാണ് നമ്മൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് നോക്കിയിട്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കണം. അതിനകത്തൊന്നും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ കല്ലെറിയുന്ന പുണ്യാളന്മാരെല്ലാവരും കല്ലെറിയാനായിട്ട് അവർക്ക് യോഗ്യത ഉണ്ടോ എന്ന് ഒന്ന് ആലോചിക്കണം. നമുക്ക് ഈ വരയിലോട്ട് കിടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചക്കരപ്പന്തലിൽ തേന്മഴയും ചക്രവർത്തി കുമാര നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം എന്നൊരു നാടകഗാനമുണ്ട്. അത് കണക്ക് ഈ ലോകത്തുള്ള പെൺപിള്ളേർ മുഴുവനും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനോരാജ്യത്തിലെ രാജകുമാരിയായിട്ട് വന്നു നിൽക്കാൻ മോഹമുണ്ടോയെന്ന് തോന്നിപ്പോയി ഈ അവകാശവാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. ഇത് ഈ താഴെ കിടക്കുന്നതൊക്കെ എന്താണെന്നറിയാമോ? ഇതെല്ലാം ഇവരുടെ CPM-നെതിരെ വന്നിരിക്കുന്ന സ്ത്രീപീഡന ആരോപണങ്ങളാണ്. സ്ത്രീപീഡന ആരോപണങ്ങളല്ല, സ്ത്രീപീഡന കേസുകളാണ്. ശരിക്കും തെളിഞ്ഞതൊക്കെയാണ് എല്ലാം. അതിൻ്റെ ആരോപണമെന്ന് പറയുന്ന അർത്ഥമില്ല. ഇപ്പം മുകേഷിൻ്റെ ഉൾപ്പെടെ പി ശശിയുടെ ഉൾപ്പെടെ അങ്ങനെ എത്ര ആരോപണങ്ങൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷെ അവരതൊന്നും കാര്യമാക്കുന്നില്ല. അത് ആഭരണമാക്കി വെച്ചുകൊണ്ടാണ്
അവർ ഈ പിന്നെ ബാക്കിയുള്ളവരെ കല്ലെറിയുന്നു. ധാർമ്മികതയും മനസ്സാക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ രാജിവെക്കണമെന്നാണ് ഇന്നിപ്പം വാസവൻ മന്ത്രി പറയുന്നത്. ഇവരുടെ ഈ ധാർമ്മികതയെക്കുറിച്ചും മാനുഷികതയെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പം ചിരിയാണ് വരുന്നത്. ഇവർക്കില്ലാത്ത മാനുഷികതയും ധാർമ്മികതയൊക്കെ ബാക്കിയുള്ളവർക്ക് വേണമെന്നാണ് ഇവരുടെ പിടിവാശി. ശിവൻകുട്ടി മാമനും പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്കൊരു അഭിപ്രായം. ശിവൻകുട്ടി മാമൻ പറഞ്ഞിരിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ മറ്റേ സ്കൂളിലല്ലേ പഠിച്ചത്, അപ്പോൾ ഇങ്ങനെ വരുമെന്ന്. ഷാഫി പറമ്പിലിൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവരുടെ സ്കൂളിൽ ഇരുന്നാൽ മതി. ഇവരുടെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഭയങ്കര മെച്ചമാണെന്ന് തോന്നുന്നത് കണ്ടത്. ഇങ്ങനെ മനുഷ്യർ ഉളുപ്പില്ലാതെ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നുണ്ടല്ലോ എന്നാണ് നമുക്ക് ഈ പറയുന്ന ഇദ്ദേഹത്തിന് വെള്ളപൂശുകയല്ല. രാഹുൽ ചെയ്തത് ശരിയായിട്ടില്ല. അദ്ദേഹം സത്യം പറഞ്ഞ ഒരു ജനപ്രതിനിധിയുടെ നിലയൊക്കെ മറന്നാണ് പുള്ളി പ്രവർത്തിച്ചത്. അത് കാര്യം ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാമോ? പെരുമന്തൻ ഉണ്ണിമന്തനെ കുറ്റം പറയുന്ന കണക്കാണ് ഇവരുടെ കാര്യം. പെരുമന്ത് മണ്ണി കുഴിച്ചിട്ടിട്ട് അടുത്തൂടെ പോണ ഉണ്ണിമന്തനെ കുറ്റം പറയുക. അതാണ് CPM-ൻ്റെ ഈ ന്യായങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. എത്രയോ കോഴികളാണ് ഇതിനകത്തുള്ളത്, പരമ കോഴികൾ. പക്ഷേ അതൊക്കെ മറന്നിട്ട് ഇപ്പം ധാർമ്മികതയുടെയും മാനുഷികതയുടെയൊക്കെ അപ്പോസ്തലന്മാരായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ CPM-എതിരെയുള്ള സ്ത്രീപീഡന കേസല്ല, തെളിയിച്ചതാണ്. സ്ത്രീപീഡനങ്ങളുടെ ആരോപണങ്ങളാണിതെല്ലാം. പക്ഷെ അവർ ഇതെല്ലാം ഒരു ആഭരണമാക്കി മാറ്റിക്കൊണ്ട് ബാക്കിയുള്ളവരെ കല്ലെറിയുകയാണ്. നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ബൈബിളിലൊരു വചനമുണ്ട്. എന്നാണ് പറയാൻ തോന്നുന്നത് ഇവരുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ. നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. പക്ഷെ അവർക്കതൊന്നും വിഷയമല്ല. അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് CPM-ൻ്റെ യുവതുർക്കികൾ വന്നിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിപ്പൊരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവർ ഭയങ്കര സൽഗുണസമ്പന്നരും സ്ത്രീപക്ഷവാദികളും മാനുഷിക പരിഗണനയുള്ളവരൊക്കെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പ് നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. ഒരു വലിയ സ്ത്രീ വിഘടന ആയിരുന്ന P. ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിപ്പം ഇരിക്കുന്നത്. ഇപ്പം UDF നേതാവായതുകൊണ്ട് കുഴപ്പമില്ല, ഇത് അധികം ട്വിസ്റ്റ് ചെയ്യുന്നില്ല. ഈ പരാതിക്കാരികളുടെ ഭാഗത്തു നിന്നുള്ള ട്വിസ്റ്റിങ്ങേ ഉള്ളൂ. ഇപ്പോൾ ഒരു CPM നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു തെറ്റ് വന്നിരുന്നെങ്കിൽ ഇപ്പം ഓരോ ദിവസവും ഓരോ ട്വിസ്റ്റിംഗ് ആയിരിക്കും ഈ സംഭവത്തിന്. അങ്ങനെ അവസാനം ആടിനെ പട്ടിയാക്കി അവൻ പുണ്യാളനായിട്ട് തിരിച്ചു വരും. അതാണ് അവസ്ഥ. ഇപ്പോൾ ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് വന്ന് അത് സമ്മതിച്ചു, തൻ്റെ കുറ്റം സമ്മതിച്ചു, രാജിവെക്കുകയും ചെയ്തു. പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ചു. ഇവരാണങ്ങനെ ചെയ്യുമോ? ഇവരതൊരു ഭൂഷണമായിട്ട് കൊണ്ട് നടക്കുന്നവരെ. ഇവരിങ്ങനെ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഈ എല്ലാവരുടെയും കണ്ണിലൊന്നും പൊടിയിടാൻ പറ്റത്തില്ല. ഇത് CPM കല്ലെറിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്ത് ഇവരിങ്ങനെ വല വിരിച്ചിങ്ങനെ ഈ കഴുകന്മാരായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അതിന് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ ഒരു വഴി ഇട്ട് കൊടുത്തു. അവർ ചാടി പിടിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് ഇവർ പരിശുദ്ധരൊന്നുമല്ല. ഇവരുടെ പേരിൽ എത്രയോ ആരോപണങ്ങൾ ഇങ്ങനെ ഉള്ളതാണ്.
അത് പുറത്ത് വന്നിട്ട് അന്വേഷണം പോലും നടത്താതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവർ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പം പുണ്യാളനെ മറ്റേ ക്രൂശിക്കാനായിട്ട് കല്ലും എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ പിന്നെ നീലപ്പെട്ടി വിവാദവും അത് ഒക്കെ നമ്മൾ കേട്ടാണ്. അതെല്ലാം ഇയാളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പുറകെ നടക്കുക. പക്ഷെ അതിനകത്തൊന്ന് പുള്ളി രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കണിയിൽ അദ്ദേഹം വീണുപോയി, അത്രയേ ഉള്ളൂ. മറ്റേ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ MLA ഒക്കെ ആയിരുന്ന ആൾ ഇങ്ങനെ, ഇവർക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഈ മറ്റേ ഒരു പഴമയുണ്ട്, കടുവയ്ക്കുണ്ടോ ഇളം പശുവും മുതുപശുവും എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് ഉമ്മൻചാണ്ടിയെ നാണം കെടുത്താനായിട്ടും അവഹേളിക്കാനായിട്ടും ഇവർ പെയ്ഡ് സരിതയെ കൊണ്ടുവന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടമൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും അശുവല്ലേ. അവർക്ക് എത്രയോ പുഷ്പം പോലെ ഇവരെയൊക്കെ കണിയിൽ വീഴ്ത്താം. പക്ഷെ അത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവന് ഇല്ലാതായിപ്പോയി. അതാണ് കുഴപ്പം പറ്റിയത്. നമ്മൾ സാധാരണ പൗരജനങ്ങൾക്കുള്ള ഒരു ബോധം പോലും ഈ ഇങ്ങനെ ഭയങ്കര വിദഗ്ധന്മാരും ബുദ്ധിമാന്മാരും എന്നൊക്കെ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതെ പോകുന്നതാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാരണം. ഇവൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച് ഇങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ച് തക്കം പാർത്തിരിക്കുന്ന ആളുകളുണ്ടെന്ന് അറിയാനായിട്ട് പിന്നെ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇത് ഒരുമാതിരി തലയ്ക്ക് കുളയുള്ളവന് മൊത്തം മനസ്സിലാവും. അത് ഈ രാഷ്ട്രീയക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ പിന്നെ പരിധി കാര്യമില്ലല്ലോ. ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ മറ്റേ ബുദ്ധിശക്തി എന്ന്. ഷാഫിയുടെ സ്കൂളിലല്ലേ പഠിച്ചത്, അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇവരുടെ ഈ മുകേഷൊക്കെ ഏത് സ്കൂളിലാണാവോ പഠിച്ചത്? മുകേഷും പി കെ ശശിയും ഒക്കെ ഏത് സ്കൂളിലാണാവോ പഠിച്ചത്? മറ്റേ ശിവൻകുട്ടിക്ക് അത് അറിയാൻ മേലെ എന്തോ. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു അടിക്കുറിപ്പ് എന്ന് ചെയ്താൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഇതിൻ്റെ അടിക്കുറിപ്പ്. അത് നമുക്കൊന്ന് കമ്പോസ് ചെയ്ത് വെക്കണം. പിന്നെ കമ്പ്യൂട്ടറിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കാണാം. തൽക്കാലം വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.